ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് കൺജക്ഷൻ വിത്ത് വേർഡ്സ് ആണ്. വേർഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. കൺജക്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ വേർഡ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. നമ്മളത് പാർട്ട് 1 ആയിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ബാലൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അത് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ള വേർഡ്സും പിന്നെ അതിൻ്റെ സെൻറ്റൻസും എങ്ങനെ ഫ്രെയിം ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഒട്ടും ലേറ്റ് അങ്ങനെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. അൺടിൽ എന്ന് വെച്ചാൽ വരെ, അത് വരെ എന്നൊക്കെ പറയത്തില്ല, അതാണ് അൺടിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഡു നോട്ട് ഗോ അൺടിൽ ബാക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്നത് വരെ തിരിച്ചു പോകരുത്, തിരിച്ചു പോകരുതെന്ന് പറയത്തില്ലേ, അതാണ് ഡു നോട്ട് ഗോ അൺടിൽ ബാക്ക്. ഷീ ഡിഡ് നോട്ട് കം ഔട്ട് ഓഫ് ഹർ ഹൗസ് അൺടിൽ ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ് എന്ന് വെച്ചാൽ അവർ വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല, മഴയായതുവരെ വന്നിട്ടില്ല എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് ഇത് പറഞ്ഞത്. ഷീ ഡിഡ് നോട്ട് കം ഔട്ട് ഓഫ് ഹർ ഹൗസ് അൺടിൽ ഇറ്റ് സ്റ്റോപ്പ് റെയിനിങ്. മഴയായത് കാരണം അത് വീടിൻ്റെ വെളിയിൽ വരെ വന്നില്ല എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് അത്. ബിഫോർ, മുൻപ്. ഷീ ഹാഡ് ഗോൺ ബിഫോർ ഐ കെയിം ബാക്ക്. ഇത് നമുക്കറിയാമല്ലോ, അവൾ പോയി ഞങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ പറയത്തില്ല, അതാണിത് ബിഫോർ. ഇനി ഇത് ആഫ്റ്റർ, ശേഷം. യു ക്യാൻ ഗോ ആഫ്റ്റർ യു ഹാവ് ഡൺ ദ വർക്ക്. നിങ്ങൾ ജോലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് ആഫ്റ്റർ. ആസ് വെൽ ആസ്, കൂടാതെ. ഇത് കൂടാതെ അങ്ങനെയൊക്കെ പറയത്തില്ല, അതാണ് അതിൻ്റെ മീനിങ്. ബോംബെ ആസ് വെൽ ആസ് മദ്രാസ് ഈസ് ബ്യൂട്ടിഫുൾ. ബോംബെ കൂടാതെ മദ്രാസും ഭയങ്കര മനോഹരമാണ് നമ്മൾ പറയത്തില്ലേ, അതാണിത്. ഷീ നോസ് റീഡിങ് ആസ് വെൽ ആസ് റൈറ്റിംഗ് എന്ന് വെച്ചാൽ ഇവൾക്ക് വായിക്കാനും കൂടാതെ എഴുതാനും അറിയാം എന്നാണ്. ദ സ്റ്റാർസ് ആസ് വെൽ ആസ് ദി മൂൺ ഗീവ് ലൈറ്റ് അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറും കൂടാതെ മൂണും നമുക്ക് രാത്രിയിൽ വെളിച്ചം തരും എന്ന് പറയുന്നതാണിത്. ആസ് വെൽ ആസ് എന്ന് വെച്ചാൽ കൂടാതെ. അടുത്തത് നോട്ട് ഓൺലി ബട്ട് ആൾസോ നമ്മൾ പറയും, നോട്ട് ഓൺലി ബട്ട് ആൾസോ, അതുമാത്രമല്ല ഇതുമാണ് എന്ന് പറയുന്നതാണ്. മലയാളത്തിൽ പറയുമ്പോൾ അതങ്ങനെയാണ് പറയാം. ഓക്കെ. ഹീ ഈസ് നോട്ട് ഓൺലി ഹാൻസം ബട്ട് ആൾസോ ഇൻ്റലിജൻറ്റ് എന്ന് വെച്ചാൽ അവൻ ഹാൻസമാണ്, അതുമാത്രമല്ല പക്ഷേ അവൻ ഇൻ്റലിജൻ്റ് ആണ്, അവൻ ഇതുമാണ് എന്ന് പറയുന്ന പോലെ. അതും ഇതുമാണ്, അവൻ അതുമാത്രമല്ല അവൻ ഇതുമാണ്. ഈസ് നോട്ട് ഓൺലി ഹാൻസം എന്ന് വെച്ചാൽ അവൻ ഹാൻസമാണ്, അതുമാത്രമല്ല ബട്ട് ആൾസോ ഇൻ്റലിജൻ്റ് ആണ്, ഇതുമാണ് എന്ന് നമ്മൾ പറയത്തില്ല, അതാണ് അതിൻ്റെ ഇത്. ഷീ ഈസ് നോട്ട് ഓൺലി ബ്യൂട്ടിഫുൾ ബട്ട് ആൾസോ കൈൻഡ് എന്ന് വെച്ചാൽ അവൾ ബ്യൂട്ടിഫുള്ളും അതുമാത്രമല്ല പക്ഷേ അവൾ കൈൻഡുമാണ്, ഇതുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഇതും കൂടിയാണ് അവൾ എന്നാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. നോട്ട് ഓൺലി മെൻ ബട്ട് ആൾസോ വുമൺ വെയർ പ്രസൻറ്റ് എന്ന് വെച്ചാൽ ആണുങ്ങളും അതുമാത്രമല്ല പെണ്ണുങ്ങൾ വരെ പ്രസൻ്റാണ്, ഇതുമാണ് എന്ന് വെച്ചാൽ അതുമാത്രമല്ല ഇതുമാണ് എന്നാണ് അതിൻ്റെ സംബോധന വരിക. ഓക്കെ. ഇനി അടുത്തത് ഫോർ, കാരണം. ഫോർ എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കില്ലേ എന്താണ് കാരണം, വി ഹാവ്. ഇനി ഫോർ എന്ന് വെച്ചാൽ കാരണം. വി ഹാവ് ടു ഡ്രൈവ് കെയർഫുള്ളി ഫോർ ദ റോഡ് വെയർ ഫോളോ ഓഫ് പോട്ട്സ് ഓ ഹോൾ എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ റോഡിൽ നമ്മൾ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം, കാരണം അവിടെ ഫുള്ള് കുണ്ടും കുഴിയുമാണെന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഇതിൻ്റെ ഇത്. ദേ മസ്റ്റ് ഹാവ് ഗോൺ ടു ബെഡ് ഫോർ ദെയർ ഈസ് നോ ലൈറ്റ് ഇൻ ദെയർ ഹൗസ് എന്ന് വെച്ചാൽ നമ്മളല്ലേ അവർ നേരത്തെ കിടന്ന് കാണും, കാരണം ആ വീട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർ നേരത്തെ കിടന്ന് കാണും, നമ്മൾ അങ്ങനെ പറയത്തില്ല, അതാണ് അതിൻ്റെ ഇത്. ഫോർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണം പറയാൻ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാരണത്തിനാണ് നമ്മൾ ഫോർ എന്ന് യൂസ് ചെയ്യുന്നത്. അടുത്തത് സോ ദാറ്റ് എന്ന് വെച്ചാൽ അതിനു വേണ്ടി, അതിനാൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ് അതിൻ്റേത്. ഷീ വർക്ക് ഹാർഡ് സോ ദാറ്റ് ഷീ ക്യാൻ ഗെറ്റ് ഹൈ മാർക്ക് എന്ന് വെച്ചാൽ അവൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും, അതിനു വേണ്ടി അവൾക്ക് ഹൈ മാർക്ക്, നല്ല മാർക്ക് കിട്ടും എന്നുള്ള പറയത്തില്ല, അതാണ്. ഇറ്റ് വാസ് സോ ഡാർക്ക് ദാറ്റ് ഐ കുഡ് നോട്ട് സീ എനിത്തിങ് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി എനിക്കിത് കാണാൻ പറ്റിയില്ല. അടുത്തത് ആസിഫ്. ഓക്കെ, നമ്മൾ ആസിഫ് വെച്ചാന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ പോലെ, ഇതുപോലെ.
ഷീ ലേസ് ആസ് ഇഫ് ഷി വാസ് ഡെഡ് എന്ന് വെച്ചാൽ അവൾ കിടക്കുവാണ്, അവൾ മരിച്ച പോലെ കിടക്കുമായിരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, മരിച്ച പോലെ കിടക്കുമായിരുന്നു. ദേ സ്പെൻഡ് ലാവിഷ് ആസ് ഇഫ് ദേ ഹാവ് ലോട്ട് ഓഫ് മണി എന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉള്ളതുപോലെ അവൾ ഒരുപാട് പൈസ ചിലവാക്കി എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ്. പിന്നെ അൺലെസ്, അല്ലെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ പറയത്തില്ല, ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്യും. അൺലെസ് യു റൺ യു വിൽ മിസ് ദി ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ നിങ്ങൾ ഓടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ മിസ്സാവും. അത് അൺലെസ് യു സ്റ്റഡി വെൽ യു വിൽ ഫെയിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഫെയിലാവും. ആൾത്രൂ എന്ന് വെച്ചാൽ എന്നിട്ടും എന്നാലും എന്നിരുന്നാലും നമ്മൾ അങ്ങ് 3 വേർഡാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ആൾത്രൂ ഈസ് പുവർ ഈസ് ക്ലവർ എന്ന് വെച്ചാൽ എന്നിട്ടും അവൻ പുവറാണ് പക്ഷേ അവൻ ക്ലവറാണ്. നമ്മളതിൽ അവൻ പുവറാണ് എന്നിട്ടും അവൻ ക്ലവറാണ്, അങ്ങനെ. ആൾത്രൂ ഈ വാസ് ടയേർഡ് ഷീ വെൻറ്റ് ഓൺ വർക്കിംഗ് എന്ന് വെച്ചാൽ ആൾത്രൂ എന്നിട്ടും അവൾ ടയേർഡായിരുന്നു എന്നിട്ടും അവൾ പിന്നെ വർക്ക് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ആൾത്രൂ. ഇംഗ്ലീഷിൽ ഒറ്റ വേർഡേ ഉള്ളൂ ആൾത്രൂ. മലയാളത്തിൽ ഈ വേർഡ്സൊക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യും എന്നുവെച്ചാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യും നമ്മൾ. പിന്നെ ആസ് സൂൺ ആസ് എന്ന് വെച്ചാൽ ഉടൻ, ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആസ് സൂൺ ആസ് ഉടൻ. ആസ് സൂൺ ആസ് ഷീ സ്റ്റോപ്പ് ദി വർക്ക് ഷീ ഫെൽ ഡൗൺ എന്ന് വെച്ചാൽ അവൾ പെട്ടെന്ന് താഴെ വീണു, അവൾ പെട്ടെന്ന് വർക്ക് സ്റ്റോപ്പ് ചെയ്തു, ഉടനെ അവൾ കുഴഞ്ഞു വീണു എന്ന് പറയുന്ന പോലെ ഇത് ആസ് സൂൺ ആസ്. അടുത്തത് ആസ് സൂൺ ആസ് ദ ഗേൾ സോ ഡേഞ്ചർ ഷീ റാൻ അവേ എന്ന് വെച്ചാൽ അവൾ ഡേഞ്ചർ കണ്ടു അതിന് അവൾ പെട്ടെന്ന് ഓടി. ആസ് സൂൺ ആസ് വേഗം. നെക്സ്റ്റ് നോ സൂണർ കഴിഞ്ഞിട്ട് പിന്നെ ദാൻ വരും എന്ന് വെച്ചാൽ പെട്ടെന്ന്. നോ സൂണർ ഡിഡ് ഷീ റൈറ്റ് ദി ആൻസർ ദാൻ ഷീ സ്റ്റോപ്ഡ് ഔട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് അവൾ ആൻസർ എഴുതിയിട്ട് പിന്നെ അവൾ സ്റ്റോപ്പ് ചെയ്തു, സ്റ്റുഡ് അപ്പ്, പിന്നെ അവൾ എണീറ്റ് നിന്നു. പെട്ടെന്ന് നമ്മൾ പറയത്തില്ല, പെട്ടെന്ന് അവൾ എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റ് നിന്നു, അങ്ങനെ പറയും. നോ സൂണർ ഡിഡ് ഹി അറൈവ് ദാൻ വി വെൽക്കം ഹിം എന്ന് വെച്ചാൽ അവൻ വേഗം പെട്ടെന്ന് അറൈവ് ചെയ്തു പിന്നെ നമ്മൾ അവനെ വെൽക്കം ചെയ്തു, സ്വാഗതം ചെയ്തു. അടുത്തത് വെദർ അല്ലെങ്കിൽ ഓർ. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് വാണ്ട് ഹർ ഗോ ഹോം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല വെദർ ഷിയോ ഹർ ഐ ഷുഡ് വാണ്ട് ഹർ ടു എന്ന് വെച്ചാൽ അവനോ അല്ലെങ്കിൽ അവളോ എനിക്ക് വീട്ടിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് എനിക്കിഷ്ടമല്ല. ഐ വാണ്ട് ടു നോ വെദർ ഈസ് അറ്റ് ഹോം ഓർ ആസ് ഹി ഗോൺ ടു ദിസ് ഓഫീസ് എന്ന് വെച്ചാൽ എനിക്കറിയണം അവൻ ഓഫീസിൽ പോയോ അതോ അവൻ വീട്ടിൽ തന്നെയാണോ എന്ന് എനിക്കറിയണം. നമ്മൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. സോ അതിന് ഞാൻ റിപ്ലൈ ഉടനെ തന്നെ തരുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സി യു.